ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ല സ്നാക്സ് ആയിട്ടോ ഇനി ഡിന്നറിനാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ മെയിനായിട്ട് ഓട്സ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇത്രയും അളവിൽ വൈറ്റ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് ഞാനൊരു പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ ഇതിൻ്റെ ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇപ്പോൾ ഓട്സ് ഇതുപോലെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മുട്ട നല്ലോണം ഒന്ന് ബീറ്റാക്കി എടുക്കാം. നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഫോർക്ക് വെച്ചോ അതല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. ഇതങ്ങനെ ഇപ്പം എഗ്ഗൊക്കെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ അല്പം പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുമ്പോഴുള്ളൊരു ചെറിയൊരു മിസ്റ്റേക്കാണ് കാണിക്കാൻ പറ്റാത്തത്. ഇനി ഇതിലേക്ക് അല്പം ഗാർലിക് പൗഡറും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാർലിക് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒറിഗാനോ ആണ്. അപ്പോൾ ഒറിഗാനോ ഇതുപോലെ ഒരു ടീസ്പൂൺ ഒറിഗാനും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം പാലും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി വേറെ മസാലപ്പൊടികളൊന്നും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ 1 കപ്പ് ഓട്സിലേക്കുള്ള ബാറ്ററൊക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതുപോലെ മുട്ടയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയൊക്കെ എടുക്കുകയോ കുറച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഓട്സിൻ്റെ അളവൊക്കെ ഇത്രയും അധികം വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കൂട്ടിയൊക്കെ എടുക്കാം. ഞാനിപ്പം ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറഞ്ഞ രീതിയിലാണ് ഇതിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നുള്ളത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു ഉള്ളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും അതോടൊപ്പം തന്നെ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ തക്കാളിയുടെ പീസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതുപോലെ വേവിച്ച് അത് ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കൂടി ഇങ്ങനെ ചേർത്ത് ഇതൊന്ന് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. വെജിറ്റബിൾസും ഓട്സും ഒക്കെ എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ. അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതുപോലെ നമ്മളിത് രാത്രിയിലൊക്കെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് വേഗം ഇതുപോലെ രാവിലെ ഒന്ന് ചെയ്തൊക്കെ കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേ അതൊരു കറക്റ്റായിലേക്ക് ആ ഓട്സിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിച്ച് വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ഇത്രയും ഇത് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു തിക്നെസ്സിൽ ഇത് വേണ്ട. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് ഇതിനൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പാൽ കുറച്ച് ഒഴിച്ച് ഇത് ഇങ്ങനെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് വേണ്ടത്. അപ്പോൾ നമ്മൾ നല്ലോണം ദോശമാവിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ രീതിയിലൊന്നല്ല വേണ്ടത്. എന്നാൽ അധികം കട്ടിയാവാനും പാടില്ല. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള പാൻ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഞാൻ എടുത്തെന്ന് മാത്രം. ഇത് നമുക്ക് സാധാരണ പാനിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ദോശക്കല്ലുണ്ടെങ്കിൽ അതിലും നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം നെയ്യാണ് തടവി കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഓയിലോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഓരോ ഈ ഹോൾസിലേക്ക് ഞാനിതുപോലെ ഇങ്ങനെ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പാനിൽ ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പൊക്കെ ആയി കാണുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് എല്ലാ ഹോൾസിലും ഞാനിതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കണ്ട, അപ്പോൾ ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ ഒരു പകുതി ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സമയം ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ച് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. കാരണം എഗ്ഗൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇങ്ങനെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ കറക്റ്റ് അത് വേവൊക്കെ ആയി കിട്ടും. ഓട്സ് കഴിക്കാൻ മടിയുള്ളവർക്ക് ഈ ഒരു റെസിപ്പി വളരെ ഉപകാരമായിരിക്കും. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഓട്സ് വെച്ച് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കി എടുക്കാം. ഇതൊരു വെറൈറ്റി ഐറ്റംസും തന്നെ അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കിത് എന്തായാലും ഉപകാരപ്പെടും. ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡ് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഞാൻ ഇതുപോലെ ഇങ്ങനെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സ്നാക്സ് അത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഓട്സ് വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഓട്സ് കൊണ്ടുള്ള വേറെയും റെസിപ്പീസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കും വേണം. വീണ്ടും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.